ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളംകുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ ശ്രീധർ. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം. രാജ്യത്തെ റബ്ബർ ക്ലോണുകളുടെ നോഡൽ പരിശോധനാ കേന്ദ്രമാകും. ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. സൂപ്പർ ഹിറ്റായി കർഷക ഓണച്ചന്തകൾ. വിപണിയിലെ വിലക്കയറ്റത്തിന് ആശ്വാസം. ആറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയുടെ അകമ്പടി തോണി കാട്ടൂരിലേക്ക്. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്നും അകമ്പടി തോണി പുറപ്പെട്ടു. തിരുവോണം ഒരു നാൾ അകലെ. ജില്ലയിൽ വസ്ത്രവിപണി സജീവം. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചു. രാജ്യത്തെ റബ്ബർ ക്ലോണുകളുടെ നോഡൽ പരിശോധനാ കേന്ദ്രമായി RRIA മാറും. അംഗീകാരത്തിന്റെ ഔപചാരിക പ്രഖ്യാപനവും സമർപ്പണവും പുതുപ്പള്ളിയിൽ നടന്നു. രാജ്യത്ത് വികസിപ്പിക്കുന്ന പുതിയ റബ്ബർ ക്ലോണുകളുടെ വ്യതിരിക്തതയും ഗുണനിലവാരവും പരിശോധിക്കുന്നതിനുള്ള അംഗീകൃത നോഡൽ കേന്ദ്രമായി പുതുപ്പള്ളിയിലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ അംഗീകാരത്തിന്റെ ഔപചാരിക പ്രഖ്യാപനവും സമർപ്പണവും ഇന്ന് രാവിലെ നടന്നു. ഗവേഷണ കേന്ദ്രത്തിലെ റഫറൻസ് ശേഖരത്തിലുള്ള റബ്ബർ തൈകൾ നട്ടുകൊണ്ട് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി DUS കേന്ദ്രം ഔദ്യോഗികമായി സമർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. വസന്തകേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജു ടി, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ദേവപ്രഥ റോയ്, ഡയറക്ടർ പ്രിയ വർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റബ്ബർ ക്ലോണുകളുടെ സവിശേഷതകൾ ശാസ്ത്രീയമായി തിരിച്ചറിയുന്നതിനും വ്യത്യസ്തത, ഏകീകരണം എന്നിവ പരിശോധിക്കുന്നതിനും പരിശോധനാ കേന്ദ്രം ഇനി മുതൽ നിർണായക പങ്ക് വഹിക്കും. രാജ്യത്തെ റബ്ബർ ഗവേഷണത്തിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ വികസനത്തിനും ഈ അംഗീകാരം കൂടുതൽ കരുത്തേകുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി പറഞ്ഞു. ചടങ്ങിന് ശേഷം RRIA ഓണാഘോഷ പരിപാടികൾ നടത്തി. റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി, ഉന്നത ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, ജീവനക്കാർ തുടങ്ങിയവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഓണസദ്യയോടെ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൃഷിഭവനുകളും പഞ്ചായത്തുകളും ചേർന്ന് നടത്തുന്ന കർഷക ചന്തകളും ഓണച്ചന്തകളും വൻ വിജയം. ചിറക്കടവ് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടത്തിയ കർഷക ഓണച്ചന്തകൾ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റത്തിൽ നെട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി മാറിക്കഴിഞ്ഞു പഞ്ചായത്തുകളുടെയും കൃഷിഭവനുകളുടെയും കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കർഷക ചന്തകളും ഓണച്ചന്തകളും. ഇത്തരത്തിൽ ചിറക്കടവ് പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീ CDSകളും നടത്തിയ കർഷക ഓണച്ചന്തകൾക്ക് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായത്. തെക്കേത്തുകവലിൽ കൃഷിഭവനും ഹോർട്ടികോർപ്പുമായി നടത്തിയ കർഷക ചന്ത ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്തു. എല്ലാവിധ പച്ചക്കറികളും, ചേന, ചേമ്പ്, ഏത്തക്കുല, തേങ്ങ എന്നിവയെല്ലാം കർഷക ചന്തയിൽ ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച ശേഷം സബ്സിഡി നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് നൽകിയത്. കർഷക ചന്ത ഏറെ പ്രയോജനം ചെയ്തതായി ഉപഭോക്താക്കൾ പറഞ്ഞു. പച്ചക്കറി വാങ്ങാവുന്നതാണ്, വില കുറവാന്നൊക്കെ പറഞ്ഞ് ഇതിലെ പോയപ്പോൾ രാവിലെ അങ്ങ് പോകുമ്പോൾ നിറച്ച് സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പം സാധനങ്ങളെല്ലാം തന്നെ തീർന്നു. എങ്കിലും കുറച്ച് വാഴയ്ക്കയും ചേനയും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫ്രഷ് സാധനമാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാകുമ്പം എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല, വിഷമൊന്നും കാണുമല്ലോ. അതോർത്താണ് ഇവിടെ വന്ന് വാങ്ങിച്ചത് തന്നെ. വിലക്കുറവുണ്ട്, നല്ല വില വ്യത്യാസമുണ്ട്. വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ ഇതിലൂടെ കഴിഞ്ഞതായി കൃഷി ഓഫീസർ പ്രജിത പ്രകാശ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ഈ വർഷത്തെ ഓണച്ചന്ത ഏകദേശം 25ഓളം കർഷകരിൽ നിന്ന് 10% വില അധികം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സംഭരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതുവിപണിയേക്കാളും വില കുറഞ്ഞ് 30% വരെ വില കുറവിലാണ് നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു ജനങ്ങൾ. തെക്കേത്തുകോലയ്ക്ക് സമീപത്തായുള്ള പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിലാണ് പഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി നടത്തിയ ഓണച്ചന്ത പ്രവർത്തിച്ചത്. എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ, അച്ചാർ, വെളിച്ചെണ്ണ, കുടംപുളി എന്നിവയെല്ലാം ഓണച്ചന്തയിൽ ലഭ്യമാണെന്ന് ഓണച്ചന്തയ്ക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു. ഉൽപ്പന്നങ്ങൾ ഉപ്പേരിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ഇഞ്ചി, പുളിയിഞ്ചിയുണ്ട്, നൈറ്റി ഉണ്ട്, എണ്ണയുണ്ട്, പൊടികൾ, ചമ്മന്തി പൊടി, പിന്നെ ചവിട്ടി, അതൊക്കെയാണ് നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ. പുളിയായിട്ട് നമ്മുടെ കുടംപുളിയുണ്ട്,
അതൊക്കെ കുടുംബശ്രീ പിന്നെയുള്ള ജനങ്ങളുടെ ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് നമ്മൾ ധാരാളം പേര് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഈ മാസം 25 വരെ കർഷക ഓണച്ചന്തകൾ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. ആചാരപ്പെരുമയിൽ തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണി കുമാരനെല്ലൂരിൽ നിന്നും പുറപ്പെട്ടു. ആറന്മുള ശ്രീ പാർത്ഥസാരഥിക്ക് ഓണവിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി ചുള്ളൻ വള്ളത്തിൽ യാത്ര തിരിച്ചു. കുമാരനെല്ലൂരിലെ മങ്ങാട്ട് കടവിൽ നിന്നും അനൂപ് നാരായണ ഭട്ടതിരിയാണ് അകമ്പടിത്തോണിയിൽ കാട്ടൂരിലേക്ക് യാത്ര തിരിച്ചത്. ആറന്മുള ഭഗവാന് ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി ചുരുളൻ വള്ളത്തിൽ യാത്ര തിരിച്ചു. ഇത് 4ാം തവണയാണ് മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരി പാരമ്പര്യാവകാശം ഏറ്റെടുത്ത് അകമ്പടിത്തോണിയേറിയത്. മങ്ങാട്ട് കടവിൽ നിന്നും വായിക്കുരവയുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ കരക്കാർ ചേർന്ന് ഭട്ടതിരിയെ യാത്രയാക്കി. മീനച്ചിലാറും വേമ്പനാട്ട് കായലും പമ്പ നദിയും പിന്നിട്ടാണ് തോണി പത്തനംതിട്ടയിലെ കാട്ടൂരിൽ എത്തുന്നത്. തുടർന്ന് കാട്ടൂരിൽ നിന്നും ആറന്മുളയിലെത്തും. കാട്ടൂരിൽ നിന്ന് 18 കരകളിലെ പ്രമാണിമാരും വള്ളത്തിലുണ്ടാവും. കാട്ടൂരിൽ നിന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണിക്ക് ഈ ചുരുളൻ വള്ളം അകമ്പടിത്തോണിയാകും. അകമ്പടിത്തോണിയിലെ വിഭവങ്ങൾ കൂട്ടിച്ചേർത്താവും ഭഗവാന് ഓണസദ്യ ഒരുക്കുന്നത്. തിരുവോണ ദിവസത്തെ അത്താഴപൂജ വരെ അനൂപ് നാരായണ ഭട്ടതിരിയുടെ സാന്നിധ്യം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടാവും. ഇവിടുന്ന് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു 8-8:30 നമ്മൾ വെളിയനാടെത്തും. അവിടുന്ന് അന്ന് തങ്ങിയിട്ട് പിറ്റേ ദിവസം പോരാടത്തിൻ്റെ അന്ന് വെളുപ്പിന് ഒരു 4 മണിയോടുകൂടി ഇറങ്ങി ഉച്ചയ്ക്ക് ഒരു 11 മണിയോട് കൂടി തിരുവല്ല മൂടത്തുമടത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പുറപ്പെട്ടാൽ സന്ധ്യയോടുകൂടി ആറന്മുള സത്യക്കടവിലെത്തി. അന്നേ ദിവസം നമ്മൾ ഗസ്റ്റ് ഹൗസിലാവും തങ്ങുക. പിറ്റേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് വെളുപ്പിനെ കാട്ടൂർക്ക് പോകും. നമ്മുടെ മൂലസ്ഥാനം കാട്ടൂരാണ്. അപ്പോൾ കാട്ടൂരിൽ നിന്ന് ഉത്രാട സന്ധ്യയ്ക്ക് അരിയും പച്ചക്കറിയും എല്ലാം നമ്മൾ തിരുവോണത്തോണി കയറ്റി അവിടുന്ന് തൃക്കാട്ടൂർ അമ്പലത്തിൽ നിന്ന് കിടാവിളക്ക് എടുത്ത് തിരുവോണത്തോണി കയറി കഴിഞ്ഞാൽ ഉത്രാട രാത്രിക്ക് നമ്മൾ തിരുവോണത്തോണി പോകുന്ന വഴിക്ക് അയ്യൂർ കാവിലും പിന്നീട് വെച്ചൂർ മെലുകര വൈദ്യൻ്റെ അവിടെയും കയറി അവിടെ ദീപാരാധനയുണ്ട്. അതിനുശേഷം വെളുപ്പിന് ഒരു 6 മണിയോടുകൂടി ആറന്മുള മതക്കടവിലെ തിരുവോണത്തിൽ തന്നെ എത്തിച്ചേർന്ന് നമ്മൾ ഈ വെള്ളത്തിൽ നിന്നുള്ള കിടാവിളക്ക് ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുമ്പോഴാണ് അന്നത്തെ ദിവസത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ കൊണ്ടുപോകുന്ന അരിയും പച്ചക്കറികളും ഉപയോഗിച്ചാണ് അന്നത്തെ ദിവസത്തെ സദ്യയ്ക്കുള്ള വട്ടങ്ങൾ ഒരുക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം പൂജ കഴിഞ്ഞ് താഴെപൂജ കഴിഞ്ഞ് ചെറുമിച്ചം പടക്കി നമ്മൾ കൊണ്ടുവരുന്നത് പ്രാർത്ഥിച്ചിറങ്ങിയാൽ അന്ന് ഈ ചടങ്ങിൻ്റെ ഒരു വിരാമമാവുന്നത്. വിനു, വിദ്യാസാഗർ, സുധീഷ് എന്നിവരാണ് തോണിയുടെ സാരഥികൾ. മങ്ങാട്ട് കുടുംബത്തിന് പാരമ്പര്യ വഴിയിൽ കിട്ടിയതാണ് അകമ്പടിത്തോണിയേറി ഭഗവാന് ഓണവിഭവങ്ങൾ എത്തിക്കാനുള്ള അവകാശം. മൂലസ്ഥാനത്തു നിന്നും കുടുംബം പിന്നീട് കുമാരനെല്ലൂരിലേക്ക് താമസം മാറ്റിയെങ്കിലും പാരമ്പര്യ അവകാശം അതേപടി തുടർന്നു. വിദേശത്തായിരുന്ന അനൂപ് നാരായണ ഭട്ടതിരി യാത്രയ്ക്കായി ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മങ്ങാട്ട് ഭട്ടതിരിയെ യാത്രയാക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവോണത്തിന് ഒരു ദിനം മാത്രം ശേഷിക്കെ വസ്ത്രവിപണി സജീവമായി. നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ വസ്ത്രശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വിൽപ്പനയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഓണം അടുത്തെത്തിയതോടെ നഗരത്തിലെ സമീപ പ്രദേശങ്ങളിലെയും വസ്ത്രവ്യാപാരശാലകളിൽ ഓണക്കോടി വാങ്ങുന്നതിനുള്ള തിരക്ക് വർദ്ധിച്ചു. സ്കൂളുകൾ അടച്ചതോടെ കുടുംബസമേതം വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കൂടിയതായി വ്യാപാരികൾ പറയുന്നു. സ്ത്രീകൾക്കായി കസവ് സാരികൾ, കേരള സാരികൾ, സെറ്റ് സാരികൾ, ചുരിദാറുകൾ തുടങ്ങിയവയ്ക്കും പുരുഷന്മാർക്കായി കസവ് മുണ്ടുകൾ, ഷർട്ടുകൾ, ജുബ്ബകൾ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ്. കുട്ടികൾക്കായുള്ള പട്ടുപാവാടകൾ, പാവാട, ബ്ലൗസ്, ഫ്രോക്കുകൾ, ഷർട്ട്, പാൻറ് സെറ്റുകൾ എന്നിവയ്ക്കും മികച്ച വിൽപ്പനയാണ്. വിവിധ വില നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളതിനാൽ എല്ലാ വിഭാഗം ഉപഭോക്താക്കളും ഓണക്കൊടി വാങ്ങാനെത്തുന്നുണ്ട്. ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാന പദ്ധതികളും ഒരുക്കിയാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഓണവിപണിയെ വരവേറ്റിരിക്കുന്നത്. കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നതിനാണ് പലരും മുൻഗണന നൽകുന്നത്. കൈത്തറി വസ്ത്രങ്ങൾക്കും ഓണക്കാലത്ത് ആവശ്യക്കാരേറെയാണ്. പുരുഷന്മാർക്കുള്ള മുണ്ടുകൾ, സ്ത്രീകൾക്കുള്ള സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരി ഉൾപ്പെടെ വിവിധ ഡിസൈനുകളിലുള്ള കൈത്തറി വസ്ത്രങ്ങളും വിപണിയിൽ സുലഭമാണ്. ഓണം അടുക്കുംതോറും വസ്ത്രവ്യാപാരശാലകളിലെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പാല. ഓണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കരയിൽ സ്റ്റാളുകളിൽ ലേലത്തിൽ പിടിച്ചു നൽകുന്ന പൂക്കച്ചവടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപവുമായി ലേലത്തിൽ പങ്കെടുത്തയാൾ. പ്രധാന സ്റ്റാളുകളെല്ലാം കുറഞ്ഞ തുകയിലാണ് ലേലം പോയതെന്ന് തിരുനക്കര സ്വദേശിയായ മനോഹരൻ പറയുന്നു.
ഓണാഘോഷത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കരയിൽ സ്റ്റാളുകൾ ലേലത്തിൽ പിടിക്കുന്നതിനും പൂക്കച്ചവടം നടത്തുന്നതിനും പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആക്ഷേപവുമായി ലേലത്തിൽ പങ്കെടുത്തയാൾ. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നത്. ഈ മാസം 5-ാം തീയതി ഓപ്പൺ ലേലവും 11-ന് റീടെൻഡറും നടന്നു. 5-ാം തീയതിയിലെ ലേലത്തിൽ പ്രധാന സ്റ്റാളുകളെല്ലാം കുറഞ്ഞ തുകയിൽ ലേലം പോയതായി പരാതിക്കാരനായ തിരുനക്കര സ്വദേശി മനോഹരൻ പറയുന്നു. 11-ന് നടന്ന റീടെൻഡറിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. ലേലം കൊള്ളാതെ പോയ 3 മുറികൾക്ക് വലിയ തുകയാണ് ചോദിച്ചതെന്നും മനോഹരൻ പറയുന്നു. പ്രധാനപ്പെട്ട 8 സ്റ്റാളുകൾ ആദ്യത്തെ ലേലത്തിൽ 22,000 രൂപ വെച്ച് 1,62,000 രൂപയ്ക്കാണ് ലേലം ചെയ്തതെന്നും തന്നെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയതായും മനോഹരൻ പറഞ്ഞു. വെളി റാക്കറ്റാ, അല്ലാതെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനൊരു ഓർഡർ ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ ഇങ്ങനൊരു സർക്കാരിന് വേണ്ടി മുനിസിപ്പാലിറ്റി പറയായിരുന്നല്ലോ. ഇത് റീടെൻഡർ ചെയ്യുക, നാളത്തെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ റീടെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? റിപ്പോർട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ ഇവർ കൊടുത്ത റിപ്പോർട്ട് എന്നാ? എനിക്കെതിരെ, ഞാൻ ഹൈക്കോടതിയിൽ പോയതിനെതിരെ ഇവർ കൊടുത്ത റിപ്പോർട്ട്, ഞാൻ 5-ാം തീയതി ലേലം 5-നും 11-നും ലേലം നടന്നത്. 5-ാം തീയതി ലേലം നടന്ന് 5-ാം തീയതി ഫസ്റ്റ് ലേലം. അതിനകത്ത് 3 സ്റ്റാൾ ആർക്കും വേണ്ട. ആ 3 സ്റ്റാള് വേണ്ട ആർക്കും. പക്ഷേ 11-ന് റീടെൻഡർ ചെയ്തു. ആ 11 സ്റ്റാളിനകത്താണ് ഞാൻ പങ്കെടുക്കുന്നത്. അതിൻ്റെ അകത്താണ് റേറ്റ് കൂടുന്നത്. 1,30,000 രൂപ പറഞ്ഞ 392 രൂപ. മെയിൻ സ്റ്റാളുകളെല്ലാം പോയത് വെറും 1,62. 8 സ്റ്റാള് പോകുന്നത്. എന്നാൽ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. നഗരസഭാ കൗൺസിലിന്റെ ഉടമസ്ഥയിലുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡിനോടും അനുബന്ധമായ സ്ഥലവും ഒരു തിരുവോണം വരുന്നതുകൊണ്ട് ഒരു ഓണത്തിനെ വരവേൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നഗരത്തെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ താൽക്കാലിക പൂക്കച്ചവടം ചെയ്തത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്ത് വന്ന് പൂക്കച്ചവടം ചെയ്തു പോവുകയായിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ സ്ഥിരമായ പൂക്കച്ചവടം നടത്തുന്നവരുടെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട്. അവർ 365 ദിവസവും കട തുറന്ന് വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഓണം വരുമ്പോൾ വെളിയിൽ നിന്ന് വന്നവർ ആ ലാഭം കൊണ്ട് പോവുകയും അവരുടെ കടകളിൽ കച്ചവടമില്ലാത്ത സാഹചര്യവും അവർ പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചതാണ് അവിടെ നമുക്ക് ഇത്ര സ്റ്റാൾ കൊടുക്കണം. ആ സ്റ്റാളിനെ സംബന്ധിച്ചുള്ള എണ്ണം നേരത്തെ തീരുമാനിച്ചു. 11ഓളം സ്റ്റാളുകളാണ് ആദ്യമേ തീരുമാനിച്ചത്. ആ 8 അടിയും 8x6 എന്നുള്ള അടി വലിപ്പത്തിലുള്ള ഓരോ സ്റ്റാളുകളും നമ്മൾ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചതിനെ തുടർന്ന് ഫിനാൻസ് കമ്മിറ്റി ഐഡന്റിഫൈ ചെയ്ത് അത് പത്രത്തിൽ പരസ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ അത്തപ്പൂക്കളം ഒരുക്കിയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ഓണസദ്യ നടന്നു. പുരുഷ പോലീസുകാർ കളർ ഡ്രസ്സും വനിതാ പോലീസുകാർ സെറ്റ് സാരിയുമായിരുന്നു വേഷം. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഓണാഘോഷം നടന്നു. പുരുഷ പോലീസുകാർ കളർ ഷർട്ടുകളും വനിതാ പോലീസുകാർ സെറ്റ് സാരിയും അണിഞ്ഞാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. പാല പോലീസ് സ്റ്റേഷനിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരക്കേറിയ ഔദ്യോഗിക ചുമതലകൾക്കിടയിലും സ്നേഹവും സഹോദര്യവും പങ്കുവച്ച് പോലീസുകാർ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു. പാല പോലീസ് സ്റ്റേഷനിലെയും ട്രാഫിക് പോലീസ് വിഭാഗത്തിലെയും ജീവനക്കാർ സംയുക്തമായാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിയത്. പരിപാടികളുടെ ഉദ്ഘാടനം പാല DYSP K സതൻ നിർവഹിച്ചു. SI ടോമിൻ ജോസ്, CI MD അഭിലാഷ്, ട്രാഫിക് SI D സുരേഷ് കുമാർ എന്നിവർ ഓണസന്ദേശം നൽകി. പാല പോലീസ് സ്റ്റേഷനിലെയും ട്രാഫിക് പോലീസ് വിഭാഗത്തിലെയും 50ഓളം ഉദ്യോഗസ്ഥർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ ഒരേ മാതൃകയിലുള്ള കളർ ഷർട്ടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി സെറ്റ് സാരിയും അണിഞ്ഞാണ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. പാട്ട്, നൃത്തം, വിവിധ മത്സരങ്ങൾ തുടങ്ങി പരിപാടികളിൽ ഉദ്യോഗസ്ഥർ ആവേശപൂർവ്വം പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പാല മരീസാനൻ ഡയറക്ടർ സന്തോഷ് മാവേലിയുടെ വേഷത്തിലെത്തി ആഘോഷത്തിൽ പങ്കുചേർന്നു. മാവേലിയെ പോലീസ് ഉദ്യോഗസ്ഥർ ആവേശപൂർവ്വം വരവേറ്റു. ഓണത്തിൻ്റെ സൗഹൃദ സന്ദേശം ഉയർത്തിപ്പിടിച്ച ആഘോഷ പരിപാടികൾ ആവേശവും ആഹ്ലാദവും പകർന്നു നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം പ്രണവ് സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ അരങ്ങേറ്റം പ്രണവാഞ്ജലി ഈ മാസം 28 വെള്ളിയാഴ്ച നടക്കും. RLV രാജി ഷിബുവിന്റെ ശിക്ഷണത്തിൽ ഡാൻസ് അഭ്യസിച്ച കുട്ടികളാണ് അരങ്ങേറുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പൊൻകുന്നം പുതിയകാവ് ദേവി ക്ഷേത്ര സന്നിധിയിലാണ് അരങ്ങേറ്റം. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷിബുലാലും അധ്യാപിക RLV രാജി ഷിബുവും പറഞ്ഞു. 15 വർഷമായിട്ട് പൊൻകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രണവ് സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന നൃത്തവിദ്യാലയത്തിൻ്റെ 6ാമത്തെ അരങ്ങേറ്റം പൊൻകുന്നം പുതിയകാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആഗസ്റ്റ് 28-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ച വിവരം ഞാൻ അറിയിക്കുകയാണ്. പ്രണവാഞ്ജലി 2026 എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. 6 മണിക്ക് ഇനോഗ്രേഷൻ ആരംഭിക്കും. ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ റോണി K ബേബി സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ ആശംസ അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നതായിരിക്കും.
19 കുട്ടികളാണ് ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കുന്നത്. ജാനകി ടീച്ചറിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു. പയ്യപ്പാർ ജാനകി ബാലികാശ്രമത്തിന്റെ സാരഥിയാണ് ടീച്ചർ. ബാലികാശ്രമത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പയ്യപ്പാർ ജാനകി ബാലികാശ്രമത്തിന്റെ നേതൃത്വത്തിൽ MG ജാനകി അമ്മ ടീച്ചറുടെ 100ാം ജന്മദിനാഘോഷവും ബാല്യകാരുണ്യം പരിപാടിയും പയ്യപ്പാറിലെ ബാലികാശ്രമം വളപ്പിൽ നടന്നു. ജന്മശതാബ്ദി സമ്മേളനം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. VHP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ ജന്മശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. KN രാമൻ നമ്പൂതിരി ജാനകി അമ്മ ടീച്ചറെ ആദരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരും ജാനകി ബാലികാശ്രമത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഓണക്കോടി വിതരണവും നടന്നു. ജാനകി അമ്മ ടീച്ചറുടെ സേവനങ്ങളും സാമൂഹിക ഇടപെടലുകളും അനുസ്മരിച്ച ചടങ്ങ് വിവിധ തലങ്ങളിൽ നിന്നും ഉള്ളവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ബാലികാശ്രമം രക്ഷാധികാരി ഡോക്ടർ KN മഹാദേവൻ, ജനറൽ കൺവീനർ അനിൽനാഥ് TG, ജാനകി ബാലികാശ്രമം പ്രസിഡന്റ് KA ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പാലായിൽ അഗ്രിമ ഓണവിപണിക്ക് തുടക്കമായി. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഉപ്പേരി, ശർക്കര വരട്ടി തുടങ്ങി ഓണപ്പായസം വരെ ഓണവിപണിയിൽ ലഭ്യമാണ്. സാമ്പാർ, അവിയൽ കിറ്റുകളും ലഭിക്കും. വിപണിയുടെ ഉദ്ഘാടനം വികാരി ജനറൽ സെബാസ്റ്റ്യൻ വേത്താനത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം. രാജ്യത്തെ റബ്ബർ ക്ലോണുകളുടെ നോഡൽ പരിശോധനാ കേന്ദ്രമാകും. ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. സൂപ്പർ ഹിറ്റായി കർഷക ഓണച്ചന്തകൾ. വിപണിയിലെ വിലക്കയറ്റത്തിന് ആശ്വാസം. ആറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണി കാട്ടൂരിലേക്ക്. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്നും അകമ്പടിത്തോണി പുറപ്പെട്ടു. തിരുവോണം ഒരു നാൾ അകലെ. ജില്ലയിൽ വസ്ത്രവിപണി സജീവം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.